ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയന്തി. ഇന്ന് ഞാനിവിടെ പറയുന്നത് നമ്മുടെ ഫാമിലി ഒരു ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ്. അതിലൊരു 5 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ഫാമിലി ഹെൽത്തി ആയിട്ടിരുന്നാൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് പറ്റും. ആദ്യമായിട്ട് അതിന് വേണ്ടുന്നത് ആദ്യത്തെ കാര്യം ഹെൽത്തി ഈറ്റിംഗ് ആണ്. കുടുംബത്തിലെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതുപോലെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നോൺ വെജ് പ്രോഡക്ട്സ്, ഇതൊക്കെ ഫാമിലിയിലെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരോട് ചോദിച്ച് മനസ്സിലാക്കി അത് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിന് സന്തോഷമായിരിക്കും. നമ്മളുടെ ഫുഡിൻ്റെ ഹാബിറ്റ്സ് നമ്മൾ പരസ്പരം പറയാനായിട്ട് ശ്രമിക്കുക. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടങ്ങൾ പറയുന്നതനുസരിച്ച് വീട്ടിൽ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ചെറിയ ചെറിയ ടാസ്കുകൾ കുട്ടികൾക്കും കൊടുക്കുക. ചെറിയ ഫുഡൊക്കെ ഉണ്ടാക്കാനും പ്രിപ്പറേഷൻസ്, സാലഡൊക്കെ പ്രിപ്പയർ ചെയ്യാനും ഒക്കെ കുട്ടികൾക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കുക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇതൊക്കെ ആകുമ്പോൾ ഫാമിലിയിൽ നല്ലൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പം രാവിലെ നടക്കാനായിട്ട് പോകുമ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് പോവുക, അല്ലെങ്കിൽ കുട്ടികളെയും നിങ്ങളുടെ ഒപ്പം കൂട്ടുക. അങ്ങനെയൊക്കെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളാണ്. ആഴ്ചയിലൊരിക്കൽ എല്ലാവരും കൂടെ സൈക്ലിങ്ങിന് പോവുകയോ അല്ലെങ്കിൽ ഇൻഡോർ ഗെയിംസ് കളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഫാമിലിക്ക് എല്ലാവർക്കും മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാവും. ഇതൊരു ഹെൽത്തി ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഡീറ്റോക്സ്. അത് നമ്മൾ ശരിക്കും ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ശരിക്കും ഫാമിലിയുടെ ഒപ്പം നമ്മളിരുന്ന് സംസാരിക്കുകയും ചെറിയ ചെറിയ ടാസ്കുകൾ പറഞ്ഞ്, അതായത് ചെറിയ ഗെയിംസ് കളിച്ച് ഇങ്ങനെയൊക്കെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫാമിലിയിലെ എല്ലാവർക്കും പരസ്പരം ബഹുമാനവും സന്തോഷവും സ്നേഹവും ഒക്കെ നിലനിൽക്കും. ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുകയും ടി വി കണ്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കിയിട്ട് കുറച്ച് സമയമെങ്കിലും ഫാമിലിയിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇരുന്ന് പരസ്പരം സംസാരിക്കുകയും കുട്ടികളോട് സംസാരിക്കുകയും കുട്ടികളുടെ സ്കൂളിലെ കാര്യങ്ങളായാലും അവരുടെ ഓരോ ഡെയിലി അവരെന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയാലും അച്ഛനും അമ്മയും ഒക്കെ ഇരുന്ന് അവരോട് സംസാരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിൽ സന്തോഷമാണ് വരുന്നത്. അവർക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു തോന്നൽ വരും. അതുപോലെ തന്നെ ഗെയിംസ്, അവരെയും അതിനകത്ത് ഉൾപ്പെടുത്തുക. കുട്ടികളെയും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഗെയിംസൊക്കെ ചെയ്യാനായിട്ട് നോക്കണം. അതുപോലെ ഹോബീസ്, എല്ലാവരും കൂടി ഹോബീസ് ഷെയർ ചെയ്ത് എന്തൊക്കെ ഹോബീസ് ആണ് ഇഷ്ടമെന്നുള്ളത് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ നല്ലൊരു സന്തോഷം നിലനിർത്താനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ ഇമോഷണൽ സപ്പോർട്ട്. ഇമോഷണൽ സപ്പോർട്ടെന്ന് പറയുമ്പം നമ്മളിനി എത്ര തിരക്ക് പിടിച്ച ലൈഫ് ഉള്ളവരാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരാൾ നമുക്ക് വേണ്ടി നല്ലൊരു കാര്യം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതാരായാലും അവരോട് നല്ലതാണ് എന്ന് പറയാനുള്ള ആ ഒരു മനസ്സ്, അത് ഏറ്റവും വലുതാണ്. അതുപോലെ ചെയ്തു തന്ന കാര്യങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളതും, അതും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ മനസ്സിലുണ്ടാക്കുന്ന സന്തോഷം അത് വളരെ കൂടുതലായിരിക്കും. ഒരു ചെറിയ കാര്യമാണ് നിങ്ങളുടെ കുട്ടികൾ ചെയ്തെങ്കിൽ പോലും അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്താൽ അവരാരൊക്കെയോ ആണ്, ഞാൻ എന്തോ വലിയ സംഭവം ചെയ്തു എന്നൊക്കെയുള്ള ആ ഒരു തോന്നൽ മക്കൾക്ക് വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും അതിൻ്റെ സന്തോഷം വരും.
ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിലും ഭർത്താവിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതുപോലെ തിരിച്ചും ചെയ്തു കൊടുക്കുമ്പം അവരോട് നന്ദി പറയുകയും അല്ലെങ്കിൽ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇന്നത്തെ ഫുഡ് നന്നായിരുന്നു എന്ന് പറയുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ ഒരു മെൻ്റൽ സപ്പോർട്ട്, മെൻ്റൽ ഹെൽത്ത് വളരെ കൂടുതലായിരിക്കും. അവർക്ക് നിങ്ങളെപ്പറ്റി അവർ ഓരോരുത്തരെ പറ്റിയും അവർക്ക് മനസ്സിലുണ്ടാകുന്ന സ്ഥാനം വളരെ വലുതായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയിലെ സന്തോഷത്തെ നിലനിർത്താനായിട്ട് പറ്റും. ഏത് കാര്യമായാലും നമുക്ക് തുറന്നു പറയാനായിട്ട് പറ്റുന്നതും വളരെ വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് സന്തോഷം വരുന്ന ഒരു സമയത്തും അതുപോലെ നമുക്ക് മനസ്സ് നിറഞ്ഞ സങ്കടങ്ങൾ വരുന്ന സമയത്തും അത് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു ആളില്ല. നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും ഇതൊന്നും ഷെയർ ചെയ്യാൻ നമുക്കൊരാളില്ലെങ്കിൽ ആ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളും ഉണ്ടാവും. അവർ ഡിപ്രഷനിലേക്ക് പോകും. ഇത്രയൊക്കെ ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ട് എനിക്ക് ആരുമില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാവും. അതിന് നിങ്ങൾക്ക് ഫാമിലിയിൽ നല്ലൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുന്നതും നന്നായിരിക്കും. അത് ആർക്കായാലും കുഞ്ഞുങ്ങൾക്കാണ് നിങ്ങൾ കൂടുതലും കൊടുക്കേണ്ടത്. അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾക്ക് അവർ അത് നല്ലതാണെന്ന് തന്നെ പറയുക. അതുപോലെ നമുക്കറിയാത്ത ഒരു കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ പറയുമ്പം നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയുന്നതിന് പകരം മോൻ പറഞ്ഞത് അല്ലെ മോള് പറഞ്ഞത് ശരിയാണ്, ഇനി അത് ശ്രദ്ധിക്കാം എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. ആ കുട്ടിക്കുണ്ടാവുന്ന സന്തോഷം എത്രത്തോളമായിരിക്കും. ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ച് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫാമിലിയുമായിട്ട് ഔട്ടിങ് പോവുക. വീക്കിൽ ഒരു ദിവസമെങ്കിലും ഫാമിലിയോടൊപ്പം നിങ്ങൾ കുറച്ച് സമയമെങ്കിലും പുറത്ത് പോകാനായിട്ട് നോക്കുക. അവിടെ പാർക്കിൽ പോയിരിക്കുകയും കുട്ടികളെ കളിക്കാൻ വിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അത് നിങ്ങളുടെ ഫാമിലിയുടെ ഹെൽത്തിനെയും കൂടിയാണ് സ്വാധീനിക്കുന്നത്. ഹസ്ബൻഡും വൈഫ് ആയാലും അച്ഛനെയും അമ്മയും ഒക്കെ ആയിട്ട് നിങ്ങൾക്കൊന്ന് പുറത്ത് പോവുകയോ അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം വളരെ വലുതായിരിക്കും. പിന്നെ നമ്മൾ ഓരോന്നും പ്ലാൻ ചെയ്യുക. ഇപ്പം സാറ്റർഡേ ഒക്കെ നിങ്ങൾക്ക് അവധിയുള്ള ദിവസങ്ങളാണെങ്കിൽ അന്നത്തെ ദിവസം എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച്, അല്ലെങ്കിൽ എന്നും ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളിനോട് ഇന്ന് ബാക്കിയുള്ളവർ ചെയ്യാം എന്നൊന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം ജോലി. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് ഓരോന്ന് ചെയ്യുമ്പം ആ ഫാമിലിയിൽ എന്നും സന്തോഷവും ആരോഗ്യവും നിലനിൽക്കും. നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെയുള്ള കാര്യങ്ങൾ അവരവരുടെ ഫാമിലിയിൽ ചെയ്തു നോക്കുക. അതിൻ്റെ റിസൾട്ട് എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. ഫാമിലിയിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെയും അതുപോലെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ ആരോഗ്യത്തെയും ഒക്കെ ഒരുപാട് ബാധിക്കും. അതിനെ ഹാൻഡിൽ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നിടത്താണ് ഒരു ഹെൽത്തി ഫാമിലി ഉണ്ടാവുന്നത്. ഒരു ഹെൽത്തി ഫാമിലി ഉണ്ടാവണമെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഹെൽത്ത് നന്നായിരിക്കണം. ഏറ്റവും മുന്നേ ശരിയാവേണ്ടത് മെൻ്റൽ ഹെൽത്ത് തന്നെയാണ്. മെൻ്റൽ ഹെൽത്ത് നമുക്ക് നന്നായി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും നമുക്ക് ഓഫീസിലെ കാര്യങ്ങളായാലും വീട്ടിലെ കാര്യങ്ങളായാലും ഒക്കെ സ്ട്രെസ്സ് കുറച്ച് നമുക്ക് നല്ല സന്തോഷത്തോടെ ജോലി ചെയ്യാനായിട്ട് പറ്റും. വീട്ടിൽ നമുക്ക് കിട്ടുന്ന അന്തരീക്ഷം മോശമാണെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്നിടത്ത് നമ്മൾ അതേ
കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സ് ആകെപ്പാടെ വല്ലാതെ ആയിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഫാമിലി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇതിൽ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഫാമിലിയിൽ ചെയ്ത് നോക്കിയിട്ട് ഇതിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വന്നു എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കാൻ നിങ്ങൾ മറക്കരുത്. താങ്ക് യു സോ മച്ച്.